രണ്ട് പ്രബല ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതെ നീണ്ടുപോകുന്നത് ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിബന്ധനകളോട് ഇന്ത്യ പുലർത്തുന്ന ശക്തമായ വിയോജിപ്പാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. തങ്ങളുടെ ആഭ്യന്തര വിപണിയെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കരാർ വൈകുന്നതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് കരാർ ഒപ്പിടുന്നതിന് തടസ്സമാകുന്നതെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പരസ്യമായി കുറ്റപ്പെടുത്തിയത് നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ ചലനമുണ്ടാക്കി. കഴിഞ്ഞ നവംബറോടെ കരാർ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. എന്നാൽ വ്യാപാര ചർച്ചകളിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകാതിരുന്നതോടെ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്ന ഇന്ത്യക്ക് മേൽ പിഴത്തീരുവ ഏർപ്പെടുത്തിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദശാബ്ദങ്ങൾ നീണ്ട സൗഹൃദത്തിൽ വിള്ളലുണ്ടാക്കി. കരാർ വൈകുന്നതിന് പ്രധാനമന്ത്രി മോദിയെ പഴിച്ചാടുന്ന അമേരിക്കൻ നിലപാട് തങ്ങളുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി സംസാരിക്കാൻ വിസമ്മതിച്ചു എന്ന ലുഡ്നിക്കിന്റെ ആരോപണം ഈ സാഹചര്യത്തിൽ ഏറെ ഗൗരവമുള്ളതാണ്. വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി അതിവേഗം ചർച്ചകൾ നടത്തി കുറഞ്ഞ ഇറക്കുമതി തീരുവ നേടിയെടുത്തപ്പോൾ ഇന്ത്യ അവസരം നഷ്ടപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പക്ഷം വാദിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏകദേശം 50% തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അമേരിക്കയുടെ ഈ ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളയുകയാണ്. നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ടാണ് കരാർ വൈകുന്നതെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2025 മാത്രം 8 തവണ പ്രധാനമന്ത്രി US പ്രസിഡന്റിനെ വിളിച്ച് വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാര കരാർ ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി വ്യക്തിപരമായി ട്രംപിനെ വിളിച്ചില്ലെന്നത് ശരിയാണെങ്കിലും അത് കരാർ നീണ്ടുപോകാനുള്ള കാരണമായി കാണാൻ കഴിയില്ല. മറിച്ച് കൃഷി, IT, വാഹന വിപണി തുടങ്ങിയ തന്ത്രപ്രധാനമായ കൂടുതൽ മേഖലകളിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തടസ്സമില്ലാത്ത പ്രവേശനം ഉറപ്പാക്കാനുള്ള US സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രസ്താവനകളെ ഇന്ത്യ കാണുന്നത്. ഇന്ത്യയെ ഒരു താഴ്ന്ന പങ്കാളിയായി കാണാനോ അമേരിക്കയുടെ എല്ലാ നിബന്ധനകളും അതേപടി അംഗീകരിക്കാനോ ഡൽഹി തയ്യാറല്ല. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകളെ തടയാനായി US സെനറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലുകളും ഇന്ത്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് മോദി സർക്കാർ വിലയിരുത്തുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകളും വലിയ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ നേരിൽ കാണാൻ അഭ്യർത്ഥിച്ചു എന്നും സാർ തങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നും ട്രംപ് അവകാശപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. ലോക നേതാക്കൾക്കിടയിലെ സ്വാഭാവികമായ ബഹുമാനത്തെയും സൗഹൃദത്തെയും പോലും അമേരിക്ക തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനുള്ള ആയുധമാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയതുപോലെ ഇരു രാഷ്ട്രീയ തലവന്മാരും പരസ്പര ബഹുമാനത്തോടെയാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ഇതിനെ വക്രീകരിച്ച് കാണിക്കാനുള്ള അമേരിക്കൻ നീക്കം കരാർ ചർച്ചകളിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കരാർ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യ തയ്യാറല്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ജനുവരി പകുതിയോടെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറക്കുമതി തീരുവയുടെ കാര്യത്തിലും റഷ്യൻ ബന്ധത്തിന്റെ കാര്യത്തിലും അമേരിക്ക സ്വീകരിക്കുന്ന കടുത്ത നിലപാട് ഇപ്പോഴും വലിയൊരു തടസ്സമായി തുടരുന്നു. അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന അമേരിക്ക ഫസ്റ്റ് നയവും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ഈ വ്യാപാര പ്രതിസന്ധിക്ക് പിന്നിലുള്ളത്. തങ്ങളുടെ വിപണിയിൽ അമേരിക്കൻ കുത്തകകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത് ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികളെയും കർഷകരെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഡയറി ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം ഇന്ത്യയെ ഒരു വലിയ വിപണിയായി മാത്രം കാണുന്ന അമേരിക്ക തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഉയർന്ന തീരുവ കുറയ്ക്കാതെ ഇളവുകൾ നൽകില്ലെന്ന വാശിയിലാണ്. ഈ വടംവലിക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തേണ്ടത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സുരക്ഷയ്ക്കും അനിവാര്യമാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം US നടത്തിയാൽ അത് പസഫിക് മേഖലയിലെ പ്രതിരോധ സഹകരണത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വരും മാസങ്ങളിൽ മോദി ട്രംപ് ഭരണകൂടങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ ലോകം ഉറ്റുനോക്കുകയാണ്.